ഡെസ്റ്റിനി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വട്ടവട യാത്രയുടെ രണ്ടാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ താമസിച്ച റിസോർട്ടും പിന്നെ തിരികെ പോകുമ്പോൾ സ്ട്രോബെറി ഫാമിൽ കയറിയതും തിരികെയുള്ള യാത്രയിലെ മനോഹര ദൃശ്യങ്ങളുമാണ് ഉള്ളത്. ഇതാണ് വട്ടവടയിൽ ഞങ്ങൾ താമസിച്ച ക്യാമ്പ് നോയൽ എന്ന മനോഹരമായ റിസോർട്ട്. നല്ല ആംബിയൻസ്. കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. 2 ഫാമിലികൾക്ക് വീതം താമസിക്കാൻ പറ്റുന്നവ. ഒരു ഫാമിലിക്കാണെങ്കിലും താമസിക്കാം, പകുതിയായിട്ട് കിട്ടും. സ്വിമ്മിംഗ് പൂളുണ്ട്. ഉച്ചയ്ക്ക് പോലും നല്ല തണുപ്പാണ്. ആ തണുപ്പത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുക നല്ല രസമാണ്. കുട്ടികൾക്കായുള്ള റൈഡുകളുമുണ്ട്. ഒരു മലഞ്ചെരുവിലാണ് ക്യാമ്പ് നോയൽ സ്ഥിതി ചെയ്യുന്നത്. വട്ടവട ഹണി മ്യൂസിയത്തിനടുത്ത് നിന്നും ഒരു മല കയറി വേണം റിസോർട്ടിലെത്താൻ. ഈ തണുപ്പത്തും സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നവരുണ്ട്. ശരിക്കും ഞങ്ങൾ യാത്ര പോയത് 3 മാസം മുമ്പാണ്, ഏപ്രിലിൽ. അപ്പോഴത്തെ വീഡിയോ ആണിത്. ഏപ്രിലാണ് ഞങ്ങൾ ഇവിടെ സന്ദർശിച്ചത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഏപ്രിൽ മാസത്തിൽ നാട്ടിൽ, അതായത് തിരുവനന്തപുരത്തും മറ്റും അതിഭയങ്കര ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ചൂട്. മഴയില്ല. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. നല്ല തണുപ്പ്, മഴയും ഉണ്ടായിരുന്നു. കോട്ടേജുകളുടെ എല്ലാം ഡിസൈൻ ഒരുപോലെയാണ്. മലഞ്ചെരുവിലെ ഈ റിസോർട്ടിൽ നിന്നും നോക്കിയാൽ 3 സൈഡും മലകളാണ്. ഈ കാണുന്ന മലഞ്ചെരുവിലും റിസോർട്ടുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിൽ പുല്ല് ഉണങ്ങിക്കിടക്കുകയാണ്. മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു പെയ്തു തുടങ്ങിയത്. ഇപ്പോഴെന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. സീസണിലും ഓഫ് സീസണിലുമൊക്കെ കോട്ടേജുകളുടെ റേറ്റ് വ്യത്യസ്തമാണ്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്. ഈ ചെടി കണ്ടോ? ആ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ളത് ഈ ചെടിയുടെ പൂവിൻ്റെ ഇതളല്ല, ഇലയാണ്. പൂവ് അതിൻ്റെ നടുക്ക് ഭാഗത്തുള്ളതാണ്. പോയൻസേറ്റയ യൂഫോറിയ എന്നാണ് ശാസ്ത്രീയ നാമം. അമേരിക്കയിലും മെക്സിക്കോയിലും ക്രിസ്മസ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെടിയും പൂവുമാണ്. എന്നാൽ നാട്ടിൽ ഇത്രയും പൂക്കൾ ഒരുമിച്ചുണ്ടാവുമോ എന്ന് സംശയമുണ്ട്. ഈ പോയൻസേറ്റയ യൂഫോറിയ വിഷാംശമുള്ളവയാണ്. മധ്യ അമേരിക്കയിലും മെക്സിക്കോയിലുമൊക്കെയാണ് കാണപ്പെടുന്നത്. നടുക്കുള്ളതാണ് ഇതിൻ്റെ പൂവ്.
വെളുത്ത ഡാലിയ പൂക്കൾ. ഇവിടുത്തെ പൂക്കൾക്ക് നാട്ടിലുള്ളതിനേക്കാൾ സൈസ് കൂടുതലാണ്. ഇവിടുത്തെ റോസാപ്പൂക്കൾക്ക് നല്ലവണ്ണം വിടർത്തി വെച്ച നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമുണ്ട്. ഇതാണ് ഇവിടുത്തെ റോസാപ്പൂ. നല്ല വലിപ്പമുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഒരു കളിയും കുളിയും. സന്ധ്യ മയങ്ങിയ നേരം. അന്തരീക്ഷം മൂടിക്കെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. തണുപ്പ് നല്ല കൂടിയിട്ടുണ്ട്. റിസോർട്ടിലെ ലൈറ്റുകൾ കത്തി തുടങ്ങി. അസ്തമയത്തോടടുത്തപ്പോൾ ആകാശത്തിൻ്റെ നിറം കണ്ടോ? അടിപൊളി. വെളുത്ത മേഘങ്ങളെല്ലാം ചുവന്ന നിറത്തിലായി. റിസോർട്ടിൻ്റെ നടുക്കത്തെ ഗ്രൗണ്ടിൻ്റെ രാത്രികാല ദൃശ്യം. കുന്നിന് മുകളിൽ ആകാശത്ത് വെട്ടമുണ്ട്. വല്ലാത്തൊരു കാഴ്ച. സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. കോട്ടേജുകളിലൊക്കെ ലൈറ്റ് തെളിഞ്ഞു. മൂൺ മോഡുള്ള ക്യാമറയിൽ ചന്ദ്രനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. അടിപൊളി ദൃശ്യം. ചന്ദ്രനിലെ ക്രേറ്റേഴ്സൊക്കെ കാണാം. മറ്റൊരു ആംഗിളിൽ നിന്നും കുന്നിലെ മരങ്ങൾക്കിടയിലൂടെ ചന്ദ്രനെ ഷൂട്ട് ചെയ്തപ്പോഴത്തെ ദൃശ്യം. രാവിലെയായി. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നലെ കണ്ട അപ്പുറത്തെ മലയിലെ റിസോർട്ട് വളരെ വ്യക്തമായി കാണാം. സൂര്യൻ ഉദിച്ചു. റിസോർട്ടിനടുത്തുള്ള സ്ട്രോബെറി ഫാമാണ്. കഴിഞ്ഞ 2 ദിവസം വിഷുവും റംസാനും ഒക്കെ പ്രമാണിച്ച് അവധിയായിരുന്നു. അതുകാരണം ഇവിടെ നല്ല തിരക്കായിരുന്നു. സ്ട്രോബെറി മുഴുവൻ തീർന്നു. സൺഫ്ലവറിൻ്റെ സൈസ് കണ്ടോ? സ്ട്രോബെറി ചെടിയിൽ നിന്നും ഡയറക്റ്റായി പറിച്ചെടുക്കാം. കിലോഗ്രാമിന് 600 രൂപയോളം വരും. പക്ഷേ സ്ട്രോബെറി മുഴുവൻ തീർന്നു. നേരത്തെ പറിച്ചു വച്ചതുണ്ട്, അത് വേണ്ട. നാട്ടിലേക്ക് യാത്ര തിരിച്ചു. റിസോർട്ടിലേക്കുള്ള റോഡ് വളരെ മോശമാണ്. വഴിയിൽ കുതിരകൾ നിൽക്കുന്നു. കാട്ടിൽ നിന്നും വന്നതാണ്. കുട്ടികളാണ്, പൊക്കം കുറവാണ്. തിരികെ വരുന്ന വഴി വീണ്ടും പാമ്പാടും ചോലയിലെത്തി. കഴിഞ്ഞ വീഡിയോയിൽ പാമ്പുകൾ നൃത്തമാടുന്ന സ്ഥലം എന്ന വീഡിയോയുടെ തമ്പനെയിൽ കണ്ടിട്ട് പാമ്പെവിടെ എന്നുള്ള ചോദ്യം കമൻസായി ഉണ്ടായി. പാമ്പാടും ചോല എന്ന പേരിൻ്റെ അർത്ഥം പാമ്പുകൾ നൃത്തമാടുന്ന സ്ഥലം എന്നാണ്. ആ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തമ്പനെയിലിൽ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്.
പാമ്പാടൻ ചോലയിലെ പുൽമേടുകൾ ഉള്ള ഭാഗത്ത് പുല്ലിൽ ഇറങ്ങരുത് എന്ന വാർണിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിസോർട്ടിലേക്ക് വന്നപ്പോഴും തിരികെ പോകുമ്പോഴും വണ്ടി നിർത്തിയില്ല, ഇറങ്ങിയില്ല. വാർണിംഗ് ബോർഡുകൾ കണ്ടിട്ടും എന്തിനാണ് വെറുതെ ഇറങ്ങി വല്ല മൂർഖൻ്റെയോ രാജവെമ്പാലയുടെയോ കടി മേടിക്കുന്നത്? രാജവെമ്പാലയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതാണ്. കേരളത്തിൽ രാജവെമ്പാല കുറവാണ്. കർണാടകത്തിലെ അഗുംബെ പോലുള്ള സ്ഥലങ്ങളിലാണ് രാജവെമ്പാലകൾ കൂടുതലുള്ളത്. പഴയ മാൽഗുഡി ഡേയ്സ് സീരിയൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അഗുംബെ. രാജവെമ്പാലയെപ്പറ്റി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. രാജവെമ്പാലയുടെ കടി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക, മരണം ഉറപ്പാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. രാജവെമ്പാല വളരെ ഷൈ ആയിട്ടുള്ള, അതായത് നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു പാമ്പാണ്. അത് മനുഷ്യരുടെ വെട്ടത്തൊന്നും വരുത്തില്ല, ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കാറ്. എന്നാൽ രാജവെമ്പാലകൾ തമ്മിൽ അങ്ങനെയല്ല. ഓരോ രാജവെമ്പാലയ്ക്കും ഒരു ഏരിയ ഉണ്ട്. അതിനുള്ളിലേക്ക് മറ്റൊരെണ്ണം അതിക്രമിച്ചു കയറിയാൽ പിന്നെ അവർ തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ഒരാളെ അവശേഷിക്കൂ. പുൽമേടുകളുള്ള സ്ഥലമെത്തി. രാജവെമ്പാല കടിക്കുന്നത് നമ്മൾ അവയെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ മുട്ടയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുകയോ ചെയ്യുമ്പോഴാണ്. രാജവെമ്പാലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 150 കോടി ജനങ്ങളുമുണ്ട്. പക്ഷേ നാളിതുവരെ ഇന്ത്യയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം വെറും 2 ആണ്. ഒന്ന് തിരുവനന്തപുരം മൃഗശാലയിലാണ്. കൂട് വൃത്തിയാക്കിയാൻ കയറിയ ജീവനക്കാരനെ രാജവെമ്പാല കടിച്ചു. പേടിച്ചിട്ടാണ് കടിച്ചത്. രണ്ടാമത്തേത് ആസാമിലാണ്. പാമ്പിനെ പ്രദർശിപ്പിക്കുന്നതിനിടെ പ്രദർശിപ്പിച്ച ആളിനെയാണ് കടിച്ചത്. ഇവ രണ്ടുമാണ് ഇന്ത്യയിൽ ഇന്നുവരെ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ച സംഭവങ്ങൾ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകൾ കാണാം. വേറെ വീടുകളൊന്നും പാമ്പാടും ചോലയിൽ കാണാനില്ല. പൂർണ്ണമായും ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ രാജവെമ്പാലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, രാജവെമ്പാലയുടെ കടിയേറ്റ സംഭവം തീരെ കുറവായതിനാൽ കടിയേറ്റാൽ ചികിത്സിക്കാനുള്ള ആൻറ്റിവെനം സാധാരണയായി ഹോസ്പിറ്റലുകളിൽ സൂക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് രാജവെമ്പാലയുടെ കടിയേറ്റാൽ മരിച്ചു പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. മാത്രമല്ല, രാജവെമ്പാലയുടെ വിഷത്തിനുള്ള ആൻറ്റിവെനം നല്ല വിലയുമാണ്. ഒരു ഡോസിന് 10,000-ഓളം രൂപയാവും. കർണാടകത്തിലെ അഗുംബെ പോലുള്ള വനപ്രദേശങ്ങൾക്കടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. പാമ്പുകളുടെ വിഷം 2 ടൈപ്പാണ്, ന്യൂറോടോക്സിക്കും ഹെമോടോക്സിക്കും. രാജവെമ്പാലയുടേത് ന്യൂറോടോക്സിക്കാണ്. ന്യൂറോടോക്സിക് വിഷം നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തെയും പേശികളെയും ബാധിക്കും. ഇവയുടെ സെല്ലുകൾ ഡെഡ് ആകും, പേശികൾ നിശ്ചലമാകും, ശ്വാസകോശം പോലും നിശ്ചലമാകും. ശ്വാസം മുട്ടിയായിരിക്കും മരണം. ഹെമോടോക്സിക് ഞരമ്പുകളെയും രക്തത്തെയും ആണ് ബാധിക്കുക. അതുകൊണ്ടാണ് ചില പാമ്പുകൾ കടിക്കുമ്പോൾ ശരീരത്തിൻ്റെ നിറം നീലയോ കറുപ്പോ ഒക്കെ ആകുന്നത്. ഏതായാലും പാമ്പുകടി ഏൽക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക.
പാമ്പാടും ചോലയിലൂടെയുള്ള യാത്ര ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഇടയായത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പാമ്പ് കടിയേറ്റാൽ മരിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കടിയേൽക്കുന്ന ജീവിയുടെ സൈസിനെയും കൂടി ആശ്രയിച്ചിരിക്കും. മനുഷ്യന് ഏതാനും മിനിറ്റുകൾ മുതൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെയാണെങ്കിൽ ആനയ്ക്കും മറ്റും 2, 4, 6 മണിക്കൂറുകൾ ഒക്കെയാണ് സമയമെടുക്കുന്നത്. സമയം ഉച്ചയോടടുക്കുന്നു. 10:30 റിസോർട്ടിലെ വെക്കേറ്റിംഗ് ടൈം. അങ്ങനെ പാമ്പാടും ചോല തീരാറായി. തേയിലത്തോട്ടം. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ് തേയിലത്തോട്ടം. കോടമഞ്ഞ് മൂടിയ തേയിലത്തോട്ടം. വട്ടവടയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ്. വനത്തിന് വന്യമായ സൗന്ദര്യമാണ് എങ്കിൽ തേയിലത്തോട്ടത്തിന് വശ്യമായ സൗന്ദര്യമാണ്. വട്ടവട പച്ചക്കറി കൃഷിക്കും വെളുത്തുള്ളി കൃഷിക്കും പേര് കേട്ടതാണ്. ഇഷ്ടം പോലെ ക്യാരറ്റും കിട്ടും. തേയിലത്തോട്ടത്തിൻ്റെ പച്ച നിറം. ആ പശു നടന്നു പോകുന്നത് കണ്ടോ? അതിൻ്റെ വഴിയിൽ നമ്മൾ പെട്ടുപോയാൽ എന്തു ചെയ്യും? ഒറ്റയ്ക്ക് കഴുത്തിൽ കയറോ മണിയോ ഒന്നുമില്ലാതെ നടന്നു പോവുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ച. യൂറോപ്പ് പോലെയുണ്ട്. മലനിരകളിൽ തേയിലയും അതിനു പിന്നിൽ മരങ്ങളും. ക്യാരറ്റിൻ്റെയും വെളുത്തുള്ളിയുടെയും കച്ചവടം. എങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടമാണ്. താഴെ പച്ചക്കറി കൃഷിയാണ്, ഉരുളക്കിഴങ്ങും മറ്റും. പുള്ളി പറയുന്നത് ആ താഴ്വാരത്തിൽ കൃഷി ചെയ്ത ക്യാരറ്റും ഉരുളക്കിഴങ്ങും മറ്റുമാണ് ഇവിടെ വിൽക്കുന്നത് എന്നാണ്. മലനിരകൾ, സഹ്യപർവ്വത നിരകളാണിത്.
മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവോയർ ആണിത്. ഡാം റിസർവോയറിന് അപ്പുറമുള്ള തേയിലത്തോട്ടങ്ങൾ. കുന്നിന് മുകളിലാണ്. ഡാമിൻ്റെ റിസർവോയറിൽ നീന്തി തുടിക്കുന്ന ചെറിയ ഗ്രേബ് ചിക്ക്. താറാവിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. താറാവിനേക്കാൾ കൂടുതൽ നേരം ഇവ വെള്ളത്തിൽ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് എണ്ണമുണ്ട്. ബ്ലോക്ക് അലക്ഷ്യമായ പാർക്കിംഗ് തന്നെയാണ് കാരണം. മൂന്നാറിൽ നിന്നും അടിമാലിയിലേക്കുള്ള യാത്ര. അങ്ങനെ വട്ടവട യാത്ര തീരുകയാണ്. അപ്പോൾ മറ്റൊരു യാത്രയിലേക്കുള്ള പ്രോത്സാഹനം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.